ശരി, അവിടെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വത്തിന്റെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെ ദേവസ്വത്തിന്റെ സെക്രട്ടറിമാർ സംസാരിക്കുമ്പോൾ ജനവികാരം കണക്കിലെടുത്തുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നാണ്. നടരാജ് എത്രയോ നാളുകളായി തൃശ്ശൂരിലുള്ള ഒരാളാണ്, അവിടുത്തെ പൂരം സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ, തൃശ്ശൂരുകാരെന്താണ് ഇതിനോട് ഈ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുന്നത്? അവരുടെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ പകിട്ടും ചെണ്ടമേളവും കുടമാറ്റവും എലഞ്ഞിത്തറ മേളവും എല്ലാം ആസ്വദിച്ച് വെടിക്കെട്ടും കണ്ട് മടങ്ങുന്ന ഒരു പൂരമായിരിക്കും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരുകാരുടെ മനസ്സിൽ എന്താണ് നടരാജ്? പുതിയ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരമൊരു അപകടം നടന്നതിൻ്റെ ഞെട്ടൽ ഈ ഭാഗത്തുള്ളവർക്ക് വിട്ടുപോയിട്ടില്ല. ഇതേ സമയം ഇന്നലെ നമ്മൾ വലിയൊരു ഭൂചലനത്തിൻ്റെ വിവരം എന്ന് കേട്ടുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോയത്. വലിയൊരു പ്രകമ്പനം ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഞെട്ടലും ആഘാതവും, ഒപ്പം തന്നെ തങ്ങൾക്ക് പരിചിതരായ ഏതാണ്ട് 14ഓളം ആളുകൾ മരിച്ചു എന്ന വാർത്തയും വലിയ രീതിയിലുള്ള ഞെട്ടൽ പ്രദേശവാസികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂരം സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനത്തിന് ഇവിടെയുള്ള ആളുകളും മറ്റും തയ്യാറായിട്ടില്ല. സമ്മിശ്രമായ പ്രതികരണം പല ഭാഗങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നവരുണ്ട്. പൂരത്തിൻ്റെ ആചാരത്തെയും പൂരത്തെയും മാനിക്കുവാനും പൂരം ആഘോഷമാക്കുവാനും ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പൊലിമ കെടാതെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. അവർ നല്ല രീതിയിൽ പൂരം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് പിന്തുണയുമായി ഇവിടുത്തെ പൗരാവലിയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമുണ്ട്. അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിൽ പൂരം പൊലിമ കുറിച്ച് മാത്രം നടത്താം, ചടങ്ങ് തെറ്റാതെ നടത്താമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അവർ ഇത്രയധികം മരണം നടന്ന പശ്ചാത്തലത്തിൽ ഒരു ആഘോഷം വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിലുള്ളവർ എല്ലാ കാലവും പൂരം സിമ്പിളായി മാത്രം നടന്നാൽ മതി എന്നും ആചാരങ്ങളാണ് നിലനിൽക്കേണ്ടതെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പൗരാവലിയുടെ മൊത്തം ഒരു അഭിപ്രായ ശേഖരണം വന്നിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെയാണ് പലതരത്തിലുള്ള അഭിപ്രായം വരുന്നത്. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ ഈ പൗരാവലിയോട് ചേർന്ന് പൂരത്തിൻ്റെ നടത്തിപ്പിനായി പ്രവർത്തിച്ച എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ആഘോഷ കമ്മിറ്റി ആളുകളിൽ തുടങ്ങി വർഷങ്ങളായി വെടിക്കോപ്പ് നിർമ്മാണത്തിൽ സഹകരിച്ച ആളുകൾ ഒക്കെ പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ചർച്ച ഇവിടെ പൂരത്തിന് എന്ത് ചെയ്യണമെന്നുള്ള ചർച്ചയിലേക്ക് ആളുകൾ കടന്നിട്ടില്ലെങ്കിലും നാളെ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നുള്ളത് അവർ ഉറ്റുനോക്കുന്നുണ്ട്. മഹേഷ്, യെസ്, ആ തീരുമാനം സ്വാഭാവികമായും തൃശ്ശൂരിലെ ജനത, പൂരപ്രേമികളായിട്ടുള്ള ആളുകൾ അതേ അളവിൽ തന്നെ അവർ ഉൾക്കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 14ാമത്തെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 പേരെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നുള്ളതാണ്. അവർ മിസ്സിംഗ്, അവരെ കാണാതായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കലക്ടർ തന്നെ ഔദ്യോഗികമായി പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന ഒരു വശത്ത് തുടരുന്നുണ്ട്. സംഭവ സ്ഥലത്ത് വലിയ തോതിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപകടത്തിൻ്റെ കാരണം തേടിയുള്ള അന്വേഷണം പല തരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മജിസ്ട്രേറ്റിയൽ തല അന്വേഷണമുണ്ട്, പെസോയുടെ അന്വേഷണമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ RTOയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പരിശോധനകളൊക്കെ അവിടെ നടക്കുകയാണ്. എന്തായാലും ഒരു വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടൽ 24 മണിക്കൂർ കഴിയുമ്പോഴും നമ്മളെ വിട്ടുമാറാതെ നിൽക്കുകയാണ്. ഇതേ